Good morning. Okay, good morning. നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു 2 ദിവസം? 2 ദിവസം എങ്ങനെ ഉണ്ടായിരുന്നോ? വായിക്കാനൊക്കെ സമയം കിട്ടിയോ? എന്താണ് കേൾക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നതെന്ന് കേൾക്കുന്നില്ലേ? വായിച്ചു നോക്കിയോ? പഠിക്കുന്നുണ്ടോ? ഓക്കെ, പഠിച്ചോളൂ കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ മിക്കവാറും ഈ ആഴ്ച തന്നെ എക്സാം ഒക്കെ വരുമായിരിക്കും കേട്ടോ. പോർഷൻസ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പൊ 2 ദിവസമൊക്കെ അങ്ങനെ അവധി തന്നു കഴിഞ്ഞിട്ട് പിന്നെ എക്സാം ഉണ്ടാവും. ഓക്കെ, തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മൊഡ്യൂള് 1 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊഡ്യൂള് 1 ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ, അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്, ഡിപ്പാർട്ട്മെന്റ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ഇത്രയും ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ചെയ്തിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നോ? ഹെൽപ്ഫുൾ ആയിരുന്നോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ ഞാൻ മോഡൽ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസുകൾ വരിക കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് മൊഡ്യൂൾ 2 ചാപ്റ്റേഴ്സുകൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 2 നമ്മൾ എടുത്ത ചാപ്റ്റേഴ്സുകൾ ഇതൊക്കെയായിരുന്നു: ലബോറട്ടറി സർവീസസ്, അതുപോലെ ബ്ലഡ് ബാങ്ക്, പിന്നെ ഡയറ്ററി സർവീസസ്, ഡയാലിസിസ്, സ്പില്ലേജ് വേസ്റ്റ്, മെഡിക്കൽ ടെർമിനോളജി. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലബോറട്ടറി സർവീസ് നോക്കാം കേട്ടോ. ലബോറട്ടറി സർവീസില് സ്ക്രീൻ നോക്കുക കേട്ടോ. നമ്മള് അതിന് പഠിച്ച കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, അതൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു ലബോറട്ടറി സർവീസിനൊക്കെ. ഓക്കെ, ലബോറട്ടറി എന്താണ് നമ്മൾ പഠിച്ചു. അതുപോലെ എന്താണ് മെഡിക്കൽ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിൽ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് അഥവാ ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ബ്ലഡ്, സെറം, പ്ലാസ്മ, ഇതൊക്കെ എന്താണ്? ബയോളജിക്കൽ സ്പെസിമെൻസ് ആണ് അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഫങ്ഷണൽ ഡിവിഷൻസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലബോറട്ടറി സർവീസസ് അല്ലെ. ഏതൊക്കെയായിരുന്നു 5 ഡിവിഷൻസ് നമ്മൾ പഠിച്ചത്? ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഇതിൽ ഓരോന്നിലും വരുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ പാത്തോളജി, ഹെമറ്റോളജി അറിയാലോ, സ്റ്റഡി ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് ഡിസോർഡർ, ഹിസ്റ്റോപാത്തോളജി, അതുപോലെ സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെല്ല്, പിന്നെ ബാക്ടീരിയോളജി. പലപ്പോഴും ചോദിച്ച ചോദ്യമാണ് സ്റ്റഡി ഓഫ് ഫംഗസ് കേട്ടോ. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫംഗി അല്ലെ. ഫംഗിയെ കുറിച്ചുള്ള പഠനം എന്താണ്? മൈക്കോളജി ആണ് കേട്ടോ. ഇതാണ് മൈക്കോളജി. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി കാര്യങ്ങൾ, ഹൈറാർക്കി നമ്മൾ പഠിച്ചു കേട്ടോ. ഹൈറാർക്കി ഇമ്പോർട്ടന്റ് ആണ്. ലബോറട്ടറി ഡയറക്ടറുടെ ഉത്തരവാദിത്തമുണ്ട്, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, എക്സിക്യൂട്ടീവ്, ഫിലബോട്ടോമിസ്റ്റ് കേട്ടോ. ആരാണ് ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്യുന്നത്? ആരാണ്? ഫിലബോട്ടോമിസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറഞ്ഞു, ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ടി ഡിസൈൻ, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ വേറൊരു ഡിവിഷൻ, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, NABL ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്മൾ എത്രയായിട്ടാണ് തിരിച്ചത്? 4 ആയിട്ട് അല്ലെ. സ്മോൾ സൈസ്ഡ്, മീഡിയം സൈസ്ഡ്, ലാർജ് സൈസ്ഡ്, വെരി ലാർജ് സൈസ്ഡ്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? പെർ ഡേ എത്ര സ്പെസിമെൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ.
Okay, the samples of up to 100 വരെയാണെങ്കിൽ small sized, 101 to 400 വരെയാണെങ്കിൽ medium sized, 401 to 1000 ആണെങ്കിൽ large sized, more than 1000 ആണെങ്കിൽ very large sized. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം, എക്സാമിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, അതിന് നമ്മൾ പറഞ്ഞു ഫിസിഷ്യൻ ഫോം ആരാണ് ഫിൽ ചെയ്തത്, അതൊരു ഫിസിഷ്യൻ ആണ് അല്ലെ. ഫിസിഷ്യൻ ഫോം ഫിൽ ചെയ്ത ഡ്യൂട്ടി ആർക്കാണ്, ഡോക്ടർ അഥവാ ആ ബന്ധപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സ് ആണ് അല്ലെ. ഓക്കെ, നമ്മള് റെക്കോർഡുകൾ അല്ലെ, ഇത് ലബോറട്ടറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന റെക്കോർഡുകൾ ഏതൊക്കെയാണ് അത് നമ്മൾ പഠിച്ചു. സേഫ്റ്റിയെ പറ്റി പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ സിംബലുകൾ, സിംബൽ ചിലപ്പോ പിക്ചർ തന്നിട്ട് എന്തിന്റെ സിംബൽ ആണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് ലാബ് മാനേജറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലബോറട്ടറി സർവീസിനകത്ത് പഠിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ശ്രദ്ധിക്കാം കേട്ടോ. SOP stands for, SOP stands for options: standard operation procedure, standard operating procedure, standard operating process, none of the above. ഇതാണ് ആൻസർ വരിക. SOP, SOP യുടെ എന്താണ് ഫുൾ ഫോം, എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു വാക്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തെറ്റിപ്പോകും കേട്ടോ. ഓപ്പറേറ്റിംഗ് ഉള്ളത് ഓപ്പറേഷൻ ഒക്കെ ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കണേ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ദ ലാബ് സർവീസ്? നമ്മൾ ഫങ്ഷണൽ ഡിവിഷൻസ് 5 എണ്ണം പഠിച്ചു അല്ലെ. ഏതൊക്കെയായിരുന്നു? പാത്തോളജി, മൈക്രോബയോളജി, പിന്നെ എന്തായിരുന്നു? ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, പിന്നെ യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഇത്രയാണ് നമ്മൾ പറഞ്ഞ 5 ഫങ്ഷണൽ ഡിവിഷൻ. അപ്പൊ താഴെ തന്നിരിക്കുന്നതില് ഫങ്ഷണൽ ഡിവിഷൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ പെഡോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി ആൻഡ് ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി. ഏതാണ് ഈ ഉൾപ്പെടാത്തത്? ഫങ്ഷണൽ ഡിവിഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ്, ക്ലിനിക്കൽ പെഡോളജി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. A laboratory that receives the sample of up to 101 to 400 patients or participants per day is known as small sized, medium sized, large sized, very large sized. Answer. Okay, correct answer B ആണ് കേട്ടോ. ഏതാണ്? മീഡിയം സൈസിൽ. നമ്മൾ NABL ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, സ്റ്റഡി ഓഫ് ഡിസീസ് ഈസ് കോൾഡ്. ഓപ്ഷൻ തരാതെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ഓപ്ഷൻസ് പറയാം. പെഡോളജി, പാത്തോളജി, സൈറ്റോളജി, മൈക്കോളജി. ഇതാണ് ആൻസർ വരിക. പാത്തോളജി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എക്സ്പാൻഡ് NABL. NABLന്റെ എക്സ്പാൻഷൻ എന്താണ്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് ലബോറട്ടറി. ഓപ്ഷൻ ബി, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറി. ഓപ്ഷൻ സി, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ്. ഏതാണ് ആൻസർ വരിക? ഇതായിരിക്കും ആൻസർ വരിക. NABL ഫുൾ ഫോം എന്താണ്? NABL ഫുൾ ഫോം ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. കൃഷ്ണേന്ദു തെറ്റിപ്പോയിട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസ്. കേട്ടോ, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇത് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോളൂ. Which among the following is the clinical specimens? ക്ലിനിക്കൽ സ്പെസിമെൻസ് അതിന് തന്നെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത് കേട്ടോ. താഴെ പറയുന്നതില് ക്ലിനിക്കൽ സ്പെസിമെൻസ് പെടുന്നത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ബ്ലഡ്, യൂറിൻ, സ്റ്റൂള്, ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരാം? വരാം. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് അല്ലെ. ഇതെല്ലാം എന്ത് തന്നെയാണ്? ക്ലിനിക്കൽ സ്പെസിമെൻസ് ആണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ഈസ് നോൺ ആസ്. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. ഓപ്ഷൻസ് പാരസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, നൺ ഓഫ് ദി എബോവ്. നമുക്ക് തെറ്റില്ല. പാരസൈറ്റുകളെ കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കൃഷ്ണേന്ദു കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അവനി കറക്റ്റ് ആണ്, ഐശ്വര്യ കറക്റ്റ് ആണ്. പാരസൈറ്റോളജി അല്ല, പാരസൈറ്റോളജി ഒക്കെ ആവുന്നു.
പെട്ടെന്ന് സൈറ്റോളജിനെ സെപ്പറേറ്റ് കണ്ടപ്പോഴേ പാരസൈറ്റോളജിനെ കണ്ടപ്പോ പാരാസൈറ്റോളജി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ കുറിച്ച് പറഞ്ഞു. ഇതാണ് കേട്ടോ പാരസൈറ്റോളജി. ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ കേട്ടോ. ചൂസ് ഓഡ് വൺ ഔട്ട്. ചൂസ് ഓഡ് വൺ ഔട്ട് ഒക്കെയാണ് എടുക്കാനാണ് പറയുന്നത് കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഹിസ്റ്റോപാത്തോളജി. ഇതില് ഓഡ് വൺ ആയിട്ടുള്ള ആൾ ആരാണെന്ന് പറയണം. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം. ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി, ഹിസ്റ്റോപാത്തോളജി. ഇതാണ് ഇതിൽ ഓഡ് വൺ. ഓഡ് വൺ ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ്. ഡോണ കറക്റ്റ് ആണ്, അളക കറക്റ്റ് ആണ്, ആവണിയും തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, അഫ്സാന കറക്റ്റ് ആണ് കേട്ടോ. കുറച്ചു പേര് പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്, കുറച്ചു പേര് പറഞ്ഞത് ശരിയാണ്. ഹിസ്റ്റോപാത്തോളജി അതൊന്നും നമ്മൾ ചിന്തിക്കണം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഓട് വണ്ണോ ഒറ്റയാണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി ഇത് മൂന്നും ഏതിലാണ് വരുന്നത്? ഇതിനകത്ത് വരുന്നത് ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഇതിനകത്ത് നമ്മൾ പഠിച്ചത് നോക്കിയേ, ക്ലിനിക്കൽ മൈക്രോബയോളജിക്ക് അകത്തല്ലേ നോക്കിയേ ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. അതേസമയം ഹിസ്റ്റോപാത്തോളജി ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ക്ലിനിക്കൽ പാത്തോളജി വിഭാഗത്തിലാണ് വരുന്നത്. അപ്പൊ അതല്ലേ ഓട് വൺ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാലേ ഇതിനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത് who controls and manages all lab operations? എല്ലാ ലാബ് ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഹൈറാർക്കിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ടെക്നിക്കൽ സൂപ്പർവൈസർ, നിങ്ങളോട് പഠിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസർ, ലബോറട്ടറി ഡയറക്ടർ, ജനറൽ സൂപ്പർവൈസർ, MLT. ആരാണ് ആൻസർ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സിക്ക് കൃഷ്ണയും കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ശരിയാ, ലബോറട്ടറി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഗീവ്സ് ദ അക്രഡിറ്റേഷൻ ടു ദ ലബോറട്ടറീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് NABH, NABL, FDIS, none of the above. ഇതാണ് ആൻസർ വരിക. നിങ്ങൾക്കറിയാം, ഹു ഗീവ്സ് ദ അക്രഡിറ്റേഷൻ ടു ദ ലബോറട്ടറീസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് NABH, NABL, FDIS, none of these. ആൻസർ ഓക്കെ, കറക്റ്റ് ആണ്. NABL ആണ് കേട്ടോ. ഓക്കെ, കൃഷ്ണേന്ദു, ആവണി, ഐശ്വര്യ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. NABL അല്ലെ, അവരാണ് അതിനാവശ്യമായിട്ട് അക്രഡിറ്റേഷൻ കൊടുത്തത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ലബോറട്ടറി ഹാവിംഗ് മോർ ദാൻ വൺ ലൊക്കേഷൻ in the same district with the same legal identity is called? Options: multiple location, option B single location, option C specific location, option D all of these. Then answer vara. Okay, very good, correct ആണ്. അളക multiple location. Okay, Afsana correct ആണ് കേട്ടോ. correct ആണ്. ഐശ്വര്യ, പ്രിയങ്ക ആൻസർ കറക്റ്റ് ആണ്. A ആണ് കേട്ടോ, multiple location. ഇതൊക്കെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. The responsibility of phlebotomist is. Phlebotomistന്റെ റെസ്പോൺസിബിലിറ്റി ഏത് ഹൈറാർക്കി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. സൂപ്പർവൈസർ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ. ഓപ്ഷൻ ബി പെർഫോംസ് ദ കസ്റ്റമറി ടെസ്റ്റ്. ഓപ്ഷൻ സി gathers blood samples from patients. ഓപ്ഷൻ ഡി explains the test result. ഇതാണ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. gathers blood samples from the patients. പേഷ്യൻസിൽ നിന്നും എന്താണ് ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുക. അതാണ് ആരുടെ ഫംഗ്ഷൻ? ഫിലബോട്ടോമിസ്റ്റിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ് കേട്ടോ. ഐശ്വര്യ, അവസാന, ഡോണ, ഓക്കെ, അളകാസിക്ക് കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി ലബോറട്ടറി ഡയറക്റ്റ്ലി അഫക്ട്സ്. അതായത് ഒരു ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. എഫിഷ്യൻസി, ഡി സേഫ്റ്റി, സി ക്വാളിറ്റി ഓഫ് ഡാറ്റ, ഡി ഓൾ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരിക? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ്. അവസാന കറക്റ്റ് ആണ്. ഐശ്വര്യ,
പ്രിയങ്ക കറക്റ്റ് ആണ് കേട്ടോ. ഒരാളുടെ ആൻസർ തെറ്റിപ്പോയിട്ടുണ്ട്. ആരാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞത്? അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്കി എവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ ഇവിടെ പഠിച്ചില്ലേ ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ നിന്നുള്ളൊരു ചോദ്യം. അവിടെ ഒരു സെന്റൻസ് നോക്കിയേ, ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ ലബോറട്ടറി ഡയറക്ട്ലി എഫക്ട്സ്. എന്തിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡാറ്റ, 2 എഫിഷ്യൻസി, 3 സേഫ്റ്റി. അപ്പൊ ഏത് ആൻസർ വരിക? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ക്വാളിറ്റി മാത്രമല്ല എഫിഷ്യൻസിയും സേഫ്റ്റിയും ഒക്കെ അതിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലബോറട്ടറി സ്റ്റാഫ് put on suitable clothing dash lab coats or aprons are suggested. ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം. ലബോറട്ടറി സ്റ്റാഫ് put on suitable clothing dash lab coats or aprons are suggested. Options: woolen material, option B chemically resistant, option C machine wash, and option D none of these. ഇതാണ് ആൻസർ വരുന്നത്. ഡാഷ് ലാബ് കോട്ട്സ്, എങ്ങനെയുള്ള ലാബ് കോട്ടുകളാണ് ധരിക്കേണ്ടത്? ഓപ്ഷൻസ്: വൂളൻ മെറ്റീരിയൽ ആണോ, ഓപ്ഷൻ ബി കെമിക്കലി റെസിസ്റ്റന്റ് ആണോ, ഓപ്ഷൻ സി മെഷീൻ വാഷ് ആണോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. കൃഷ്ണേന്ദു, ഐശ്വര്യ, അഞ്ചു കറക്റ്റ് ആണ്. കെമിക്കലി റെസിസ്റ്റന്റ് ലാബ് കോട്ട്സുകളാണ് ധരിക്കേണ്ടത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ അതിനകത്ത് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. Which blood test measures hormone levels in the body? Options: serology, D parasitology, C hormonal assays, D routine pathology. എളുപ്പം കിട്ടും ആൻസർ. ഹോർമോണൽ ലെവൽ മെഷർ ചെയ്യുന്നത് ഏതാണ്? സി ആണ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. സി കെ കൃഷ്ണേന്ദു, പ്രിയങ്ക, ഐശ്വര്യനാണ്. ഓക്കെ, കറക്റ്റ് ആണ്. ഹോർമോണൽ അസൈസ് ആണ് കേട്ടോ, കറക്റ്റ് ആൻസർ. പിന്നെ സിംബല് തന്നിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. സിംബല് തന്നിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. വാട്ട് ഈസ് LIS? വാട്ട് ഈസ് LIS കേട്ടോ? LIS എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, ബി ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ സിസ്റ്റം, സി ലാബ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡി നൺ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരിക? ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് ഹെമറ്റോളജി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് ഡാഷ്. ഓപ്ഷൻസ്: എ ടിഷ്യൂ, ബി ബ്ലഡ്, സി സെല്ല്, ഡി നൺ ഓഫ് ദി എബോവ്. ആൻസർ പറഞ്ഞേ. ഹെമറ്റോളജി, ബ്ലഡ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതിപ്പോ ഓർത്ത് വെക്കാം കേട്ടോ. സ്റ്റഡി ഓഫ് സെല്ല് സൈക്കോളജി ആണ്, സ്റ്റഡി ഓഫ് ഫംഗി മൈക്കോളജി ആണ്. ഓക്കെ, അതുപോലെ എന്താ പറയാ, SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതുപോലെ LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഇൻ ദ ലാബിംഗ്. ലാബിംഗില് താഴെ പറയുന്ന എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഓപ്ഷൻസ്: പേഷ്യന്റ് നെയിം, ഏജ്, ജെൻഡർ, ബി പേഷ്യന്റ് ID, സി ടെസ്റ്റ് റിക്വസ്റ്റ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരിക. ഈ പറയുന്ന ലാബിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻസ്? ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരാം കേട്ടോ. ഈ മോഡലൊക്കെയാണ് വരിക. ഏകദേശം ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ബ്ലഡ് ബാങ്ക്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കാം. ബ്ലഡ് ബാങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് പോയിന്റുകൾ മാത്രമല്ലേ, പക്ഷെ എല്ലാം ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് അല്ലെ? ബ്ലഡ് ബാങ്കിനകത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ആവറേജ് പേഴ്സൺ എത്ര ബ്ലഡ് ഉണ്ടാവും? ഒരു ശരാശരി ആരോഗ്യവാനായിട്ടുള്ള ഒരാളുടെ ശരീരത്തില് 5 liters ഓഫ് ബ്ലഡ്. WHO ഫുൾ ഫോം നമുക്കറിയാവുന്നതാണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ.
അതുപോലെ ബ്ലഡ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ഇതൊക്കെ വായിച്ച് നല്ലപോലെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതിൽ നിന്നല്ലാത്ത ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ പറ്റണം കേട്ടോ. പിന്നെ ലൊക്കേഷൻ, ബ്ലഡ് ബാങ്കിന്റെ ഐഡിയ ലൊക്കേഷൻ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഓക്കെ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ എളുപ്പം ഓർത്ത് വെക്കുക. അതുപോലെ ഓർഗാനോഗ്രാം നമ്മൾ പഠിച്ചിരുന്നു. ഓർഗാനോഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. ഓരോരുത്തരും ആരുടെയൊക്കെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. മെഡിക്കൽ ഡയറക്ടർ, എന്റെ കീഴിൽ HOD കീഴിൽ ചീഫ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരേ ലെവലിൽ 3 പേരുണ്ട്. DTO, അതുപോലെ ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. DTOന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. പിന്നെ ക്വാളിറ്റി മാനേജറോടുകൂടി അവിടെ അവസാനിച്ച് അതിന്റെ കീഴിൽ വേറെ വരുന്നില്ല. DTOന്റെ കീഴിൽ ടെക്നീഷ്യൻ, അസിസ്റ്റന്റ് ടെക്നീഷ്യൻ, ടെക്നിക്കൽ സൂപ്പർവൈസറുടെ കീഴിൽ നേഴ്സ്, അതുപോലെ തന്നെ TROന്റെ ഫുൾ ഫോം എന്താണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. പിന്നെ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം. ഇനി ഒരു ബ്ലഡ് ഗ്രൂപ്പ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്ന ഫാക്ടർ ഏതാണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്ന ഏതാണ്? RH ഫാക്ടർ. ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസ് B and C, അതുപോലെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV, ഫുൾ ഫോം ചോദിക്കാം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ട്രിപ്പോനിമ പാലിഡം അല്ലെ? സിഫിലിസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ. വിച്ച് ബാക്ടീരിയ? ബാക്ടീരിയയുടെ പേര് എന്താണ്? ട്രിപ്പോനിമ പാലിഡം. അതൊരു ബാക്ടീരിയ ആണെന്നും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നും അതിന്റെ പേര് ട്രിപ്പോനിമ പാലിഡം ആണെന്നും ഓർത്തു വെക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകളിൽ വിതരണം ചെയ്യപ്പെടുന്ന ബ്ലഡ് ടൈപ്പ് ഏതാണ് ചോദിച്ചാൽ അത് O പോസിറ്റീവ് ആണ്. ഓക്കെ, പിന്നെ ഫംഗ്ഷൻസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ. WBCയുടെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ, ഹെൽപ്പ് ഇൻ ഇമ്മ്യൂൺ പ്രോസസ്. പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്പ് ക്ലോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പ്ലാസ്മ എന്താണ്? ഇസ് ദ ലിക്വിഡ് പോർഷൻ ഓഫ് ദ ബ്ലഡ് അല്ലെ? ലിക്വിഡ് പോർഷൻ, ബ്ലഡിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ്സ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. പിന്നെ അന്ന് ഞാൻ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിരുന്നു, ദ ബ്ലഡ് സെൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ട് എന്നാണ് ചോദ്യമെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആണ്. അതേസമയം പ്ലാസ്മ പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലഡ് ക്ലോട്ടിംഗ് ചോദിച്ചാൽ ഉത്തരം ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അതൊക്കെ അന്ന് പറഞ്ഞിരുന്നു ക്ലാസ്സില്. അതുപോലെ ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ഫുൾ ഫോം എന്താണ്? ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? പലതവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്ലഡ് കമ്പോണന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം one person into the bloodstream of another person. That is called blood transfusion. Okay, പിന്നെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, which blood group is known as the universal donor? യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? O നെഗറ്റീവ്. ഒത്തു വെക്കാണ്ട് O നെഗറ്റീവ് ആണ്. which blood group is known as the universal എന്താ പറയാ റെസിപ്പിയന്റ്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? AB പോസിറ്റീവ്. ഇതാണ് AB പോസിറ്റീവ്. മാറിപ്പോകരുത് കേട്ടോ. AB നെഗറ്റീവ് ഒക്കെ കാണുന്ന ഓപ്ഷൻ ഉണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അതുപോലെ എന്തൊക്കെ കണ്ടീഷനുകളാണ് നമുക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട്? പോയിന്റുകള് ടെക്സ്റ്റിലുള്ള പോയിന്റുകള് നല്ലപോലെ റീഡ് ചെയ്ത് പോകാം കേട്ടോ. To substitute for the lost blood, അതുപോലെ digestive tract bleeding, leukemia, lack of healthy RBC, radiation therapy, chemotherapy, cancer treatment, liver problem, blood disorders, ഇതിലല്ലാത്തത് വേണമെങ്കിൽ എടുത്ത് തരൂ കേട്ടോ. അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി. അതുപോലെ who act as the head of the entire blood bank? entire blood bankന്റെ ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, PRO പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, PRO തന്നെ പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയാറുണ്ട്. ഇത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. Next question നോക്കാം. The positive or negative part of the blood is determined by the factor. The positive or negative part of the blood is determined by the factor. Options: antigen, RH factor, antibody, all of the above. Is that answer?
RH factor. Okay, very good. Correct ആണ് കേട്ടോ. Don't ask ഐശ്വര്യ പ്രിയങ്ക. Correct ആണ് കേട്ടോ. RH factor. അടുത്തത് who acts as the head of the entire blood bank? Option A, administration. B, blood bank manager. C, public relation officer. D, none of the above. ഇതാണ് ആൻസർ. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. അളക വാണി ഡോണ കൃഷ്ണേന്ദു കറക്റ്റ് ആണ് കേട്ടോ. ഇതാണ് ആൻസർ. ബ്ലഡ് ബാങ്ക് മാനേജർ കേട്ടോ. Which of the following situations need blood transfusion? താഴെ പറയുന്നതിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ടുള്ള സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ലുക്കീമിയ, ബി ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിംഗ്, സി ബ്ലഡ് ഡിസോർഡേഴ്സ്, ഡി all of the three. എന്താണ് ആൻസർ വരിക? ഓക്കെ വെരി ഗുഡ്. all of the above ആണ് അല്ലെ, എല്ലാം വരുന്നുണ്ട് അല്ലെ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. who comes under ടെക്നിക്കൽ സൂപ്പർവൈസർ? ഓർഗാനോഗ്രാമിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ആ ഓർഗാനോഗ്രാം ആണെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഹു കംസ് അണ്ടർ ദ ടെക്നിക്കൽ സൂപ്പർവൈസർ? ഓപ്ഷൻ എ ക്ലർക്ക്, ബി നഴ്സസ്, സി PRO, ഡി all of the above. ഏതാണ് ആൻസർ വരിക? all of the above. ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. How many blood groups are present? How many blood groups are present? Option A 1, option B 2, C 3, D 4. എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? ബ്ലഡ് ഗ്രൂപ്പുകൾ എത്ര ഉണ്ട് പറഞ്ഞേ? നമ്മൾ ABO ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ 4 എണ്ണാണ്. A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, അതുപോലെ തന്നെ O ഉണ്ട്. അപ്പൊ എത്ര ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്? 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 4 ആണ് ആൻസർ കേട്ടോ. ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചിരിക്കുക. Which blood type is known as the universal recipient? Option A, AB positive, D, AB negative, C, A positive, D, O negative. പറഞ്ഞേ ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി കറക്റ്റ്. ഓപ്ഷൻ അയ്യോ തെറ്റിപ്പോയി. Which blood type is known as the universal recipient? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ AB positive, ഓപ്ഷൻ ബി AB negative, C A positive, D O negative. ചോദ്യം ഉത്തരം എന്താണ്? ഓക്കെ കറക്റ്റ് ആണ്. ശുഭന കറക്റ്റ് ആണ് കേട്ടോ. അളക ഐശ്വര്യ എ ആണ് കേട്ടോ. AB പോസിറ്റീവ്. ചോദ്യം എന്തായിരുന്നു? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നാണ് ചോദിച്ചത്. യൂണിവേഴ്സൽ ഡോണർ ആണെങ്കിലാണ് O നെഗറ്റീവ് കേട്ടോ. ഓക്കെ ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് വിച്ച് ഫ്ലൂയിഡ് മീഡിയം? ബ്ലഡ് കൺസിസ്റ്റ് ഓഫ് വിച്ച് ഫ്ലൂയിഡ് മീഡിയം? ദാറ്റ് മീൻസ് ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ലിംഫ്, D platelet, C plasma, D all of these. Answer പറഞ്ഞേ plasma. Okay, very good. Syphilis is an infectious dash disease. Option A bacterial, D viral, C fungal, D none of the above. Answer പറഞ്ഞേ syphilis is an infectious dash disease. എന്താണ്? Bacterial. Okay, പറഞ്ഞില്ലേ bacterial infection ആണ് കേട്ടോ. Average person carries almost dash liters of blood. Option A 3 liter, D 4 liter, D 5 liter, D 6 liter. ഏതാണ് ആൻസർ? ഓക്കെ വെരി ഗുഡ്. 5 liter ആണ് കേട്ടോ. Process of transferring the blood from one person to another is called transplantation, transfusion, transmission, none of the above. ഇതാണ് ആൻസർ. ഓക്കെ വെരി ഗുഡ്. കറക്റ്റ് ആണ് കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ ആണ് കറക്റ്റ്. Blood bank typically should be situated on the dash floor. First, ground, top, fourth. ഇത് ഏത് ഫ്ലോറിലാണ്? ഗ്രൗണ്ട് ഫ്ലോർ. Erythrocyte is another name for dash. അത് ശരിക്കും ഇതിൽ വരുന്നതല്ല, മെഡിക്കൽ ടെർമിനോളജി പഠിച്ചിട്ടുണ്ടല്ലോ, അതേന്നും ചോദിക്കാം കേട്ടോ. Erythrocyte is another name for dash. WBC ആണോ, പ്ലേറ്റ്ലെറ്റ് ആണോ, RBC ആണോ, none of these ആണോ? ഏതാണ് ആൻസർ വരിക? എറിത്രോസൈറ്റ് കറക്റ്റ് ആണ് RBC. അപ്പോ WBCയുടെ സയന്റിഫിക് നെയിം എന്താ? WBCയുടെ RBC കറക്റ്റ് ആണ്. എറിത്രോസൈറ്റ് കേട്ടോ. WBCയുടെ ഏതാ സയന്റിഫിക് നെയിം പറഞ്ഞേ? WBCയുടെ അതൊക്കെ വൈറ്റ് ബ്ലഡ് സെല്ല്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ് എന്നാണ് കേട്ടോ. എന്താണ്?
ല്യൂക്കോസൈറ്റ്. നമ്മൾ RBCനെ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയും അല്ലെ. അതിന്റെ സയന്റിഫിക് നെയിം ആണെന്ത്? എറിത്രോസൈറ്റ്. എന്നതുപോലെ WBC വൈറ്റ് ബ്ലഡ് സെൽ ആണ്. അതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? ല്യൂക്കോസൈറ്റ്. എന്താണ്? ല്യൂക്കോസൈറ്റ് കേട്ടോ, മറന്നു പോകരുത്, അത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ബ്ലഡ് സെൽ ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ? വിളർച്ചയെ ട്രീറ്റ് ചെയ്യാൻ ഏത് ബ്ലഡ് സെല്ലാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ പ്ലേറ്റ്ലെറ്റ്, ബി RBC, സി WBC, ഡി പ്ലാസ്മ. പറഞ്ഞേ, ഏതാണ് അനീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് ബ്ലഡ് സെല്ലാണ്? വിളർച്ച വരുമ്പോ RBC. ഓക്കെ, ചുവന്ന രക്താണുക്കളുടെ RBCയുടെ കുറവ് പോലെയല്ലേ നമുക്ക് എന്തുണ്ടാകുന്നത്? വിളർച്ച വരുന്നത്. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്? ആ ഫസ്റ്റത്തെ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോറി, വാട്ട് ആർ ദ അല്ല, വിച്ച് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സേഫ് ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. ഓപ്ഷൻ ബി communications with the blood establishment. C validating pre-transfusion sample. D all of these. ഏതാണ് ആൻസർ? all of these അല്ലെ. ഈ പറയുന്ന എല്ലാം അതിന്റെ ഫങ്ഷൻസ് ആണ്. ഏകദേശം ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതുപോലെ എക്സ്പാൻഡ് ദ ടേം AHF റിലേറ്റഡ് ടു ദ ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെടുത്തി AHFന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഏഷ്യൻ ഹാൻഡ്ബോൾ ഫെഡറേഷൻ. ഓപ്ഷൻ ബി ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഓപ്ഷൻ സി ഓട്ടോനോമസ് ഹെൽത്ത് ഫ്രെയിംവർക്ക്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. എന്താണ് ആൻസർ? ഡി ആണ് അല്ലെ, ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എളുപ്പമാണ് കേട്ടോ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. ദ ഡിസീസ് ദാറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. ശ്രദ്ധിക്കുക, ദ ഡിസീസ് ദാറ്റ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്. ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ് ബി. ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് സി. ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് എ. ഓപ്ഷൻ ഡി HIV. ചോദ്യം മനസ്സിലായോ? ഈ പറഞ്ഞ ഓപ്ഷനില് ബോഡി ഫ്ലൂയിഡ്സിലൂടെ അല്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന അസുഖം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണോ, ഹെപ്പറ്റൈറ്റിസ് സി ആണോ, ഹെപ്പറ്റൈറ്റിസ് എ ആണോ, HIV ആണോ? ആൻസർ പറഞ്ഞേ. തെറ്റിപ്പോയി കൃഷ്ണേന്ദു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് എ ആണ്. നമ്മൾ പഠിച്ചതിൽ ബിയും സിയും HIV എന്തിലൂടെ പകരുന്നുണ്ട്? ബോഡി ഫ്ലൂയിഡ്സിലൂടെ പകരുന്നുണ്ട് അല്ലെ. അതേസമയം എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നാണ് ഉണ്ടാവുന്നത്. മലിനമായിട്ടുള്ള ഫുഡില്ലേ, അതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് ആൻസർ കേട്ടോ. സിഫിലിസ് ഈസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ മൈക്കോബാക്ടീരിയ, ട്രിക്കോണിമ പാലിഡം, വിബ്രിയോ കോളറി, സ്ട്രെപ്റ്റോബാസിലസ്. ഇതാണ് ഉത്തരം. ട്രിക്കോണിമ പാലിഡം കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. പക്ഷെ നമ്മൾ പഠിച്ചത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ നോക്കാം കേട്ടോ. നമുക്ക് ഡയറ്ററി സർവീസ് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ ഡയറ്ററി സർവീസ്. പല ഡയറ്റുകളെ പറ്റിയൊക്കെ നമ്മൾ അതിനകത്ത് പഠിച്ചിരുന്നു അല്ലെ. ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് കേൾക്കാം. ഡാഷ് ഈസ് ലയബിൾ ഫോർ ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഓപ്ഷൻ എ കുക്കർ, ബി സൂപ്പർവൈസർ, സി ഡയറ്റീഷ്യൻ, ഡി നഴ്സ്. Who is liable for the quality and quantity of food items? Okay, very good. Correct ആണ്. കൃഷ്ണേന്ദു, ആവണി, ഡോണ, വാണി കറക്റ്റ് ആണ്. ഐശ്വര്യ, പ്രിയങ്ക, ശുഭന കറക്റ്റ് ആണ്. ഋതുമോൾ കറക്റ്റ് ആണ്. ഡയറ്റീഷ്യൻ ആണ് കേട്ടോ. തെറ്റാനൊന്നും ചാൻസ് ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ഓർഡർ, അതായത് സ്റ്റാഫിംഗ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ സ്റ്റാഫിങ്ങിന്റെ ഡയഗ്രാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഡാഷ് ആർ ദ ഹെൽത്ത് പ്രൊഫഷണൽസ് ഐഡിയലി സ്കിൽഡ് ഇൻ ഇംപ്ലിമെന്റിംഗ് ആൻഡ് ആൾട്ടറിംഗ് ഗുഡ് റൂട്ടീൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ പോപ്പുലേഷൻ. ഓപ്ഷൻ എ ഡെന്റിസ്റ്റ്, ബി ഡയറ്റീഷ്യൻ, സി ഓഡിയോളജിസ്റ്റ്, ഡി ഫാർമസിസ്റ്റ്. ഏതാണ് ആൻസർ? ബി ഡയറ്റീഷ്യൻ. ഓക്കെ, which of the following is the problems faced by the dietary department? ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ
താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഒരു ഡയറക്ടറി സർവീസ് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസുകൾ, പ്രോബ്ലം സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻസ് ശ്രദ്ധിക്കാം. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ബി, disposal of waste garbage. C, big frauds can occur in material management department. D, all of the above. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി, all of the above എല്ലാം ആൻസർ ആണ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. Which department is responsible for the quality and quantity of food supplied in hospital? Nursing, administration, finance, inpatient category. അത് ചെറിയൊരു ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ എടുക്കണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, a team consisting of dash members should inspect the food items received. സ്വീകരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒരു ടീം നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ ടീമിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 3 to 4, ഓപ്ഷൻ ബി 4 to 6, ഓപ്ഷൻ സി 6 to 8, ഓപ്ഷൻ ഡി 8 to 10. ഇതാണ് ആൻസർ. 3 to 4 ആണ് ആൻസർ വരിക അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഡയറ്റ് ഈസ് യൂസ്ഡ് ആഫ്റ്റർ സർജറി? ആഫ്റ്റർ സർജറിക്ക് ശേഷം ഏത് ഡയറ്റ് ആണെന്ന്? ഓപ്ഷൻ എ ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഓപ്ഷൻ ബി സോഫ്റ്റ് ഡയറ്റ്, ഓപ്ഷൻ സി ലോ സോഡിയം ഡയറ്റ്, ഓപ്ഷൻ ഡി ഡയബറ്റിക് ഡയറ്റ്. വിച്ച് ഡയറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ ആഫ്റ്റർ സർജറി? ഏതാണ്? ഓപ്ഷൻ ഡി സോഫ്റ്റ് ഡയറ്റ് കേട്ടോ. അതുപോലെ ചോദിക്കാം, വിച്ച് ഡയറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ ദ ഹൈ ബ്ലഡ് പ്രഷർ? ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഡയറ്റ് ആണ്? ഏതായിരിക്കും? ലോ സോഡിയം ഡയറ്റ് കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ദ റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്? ഡയറ്റീഷ്യന്റെ റോളില് താഴെ പറയുന്നവയിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് കേട്ടോ. ഓപ്ഷൻ എ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡി ഡയറ്റ് കൗൺസിലിംഗ്, സി കമേഴ്സ്യൽ കാറ്ററിംഗ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, വെരി ഗുഡ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി ലൊക്കേറ്റഡ് ഇൻ ദ ഡാഷ് ഫ്ലോർ. ഏത് ഫ്ലോറിലാണ്? ഫസ്റ്റ് ആണോ, തേർഡ് ആണോ, ഗ്രൗണ്ട് ആണോ, ടോപ്പ് ആണോ? ഏത് ഫ്ലോറിലാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്? ഗ്രൗണ്ട് ഫ്ലോർ കേട്ടോ. ഓക്കെ, നമ്മൾ പഠിച്ച ബ്ലഡ് ബാങ്കിലും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ എവിടെയാണ് ഐഡിയൽ ലൊക്കേഷൻ? ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ. A nutritious diet is one that promotes or maintains dash. Option A good health, option B good habits, option C good relation, option D good knowledge. ഇതാണ് ആൻസർ വരിക. ഗുഡ് ഹെൽത്ത് ആണ് വരിക. ഏതാണ് വരിക? ഗുഡ് ഹെൽത്ത്. ഓക്കെ, individuals with chronic kidney disease or who are on dialysis follow which type of diet? Option A cardiac diet, option B high protein diet, option C liquid diet, option D renal diet. പറഞ്ഞ ആൻസർ പറഞ്ഞു. കിഡ്നി പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഏതായിരിക്കും? റീനൽ ഡയറ്റ് അല്ലെ. ഏതായിരിക്കും? റീനൽ ഡയറ്റ്. ഓക്കെ, അടുത്തത് നോക്കട്ടെ. ചോദ്യം ശ്രദ്ധിക്കാം. A healthy lifestyle can be obtained by sustaining a dash and keeping into consideration to meet all the essential nutrients needed by the body. അതേയുള്ള സെന്റൻസ് തന്നെയാണ്. ഓപ്ഷൻ എ കീറ്റോ ഡയറ്റ്, ഓപ്ഷൻ ബി ബാലൻസ്ഡ് ഡയറ്റ്, ഓപ്ഷൻ സി ലോ ഫാറ്റ് ഡയറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബാലൻസ്ഡ് ഡയറ്റ്. ഡാഷ് can control the quality of food service. ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ആർക്കാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ എ അഡ്മിനിസ്ട്രേഷൻ, ബി നഴ്സസ്, സി ടെക്നീഷ്യൻ, ഡി പേഷ്യന്റ്. ഏതാണ് ആൻസർ? ഡാഷ് ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. ഓപ്ഷൻസ് അഡ്മിനിസ്ട്രേഷൻ, ബി നഴ്സസ്, സി ടെക്നീഷ്യൻ, ഡി പേഷ്യന്റ്. ആൻസർ പറഞ്ഞേ. എ ആണ് കേട്ടോ കറക്റ്റ്. പ്രിയങ്ക, എ ആണ് കേട്ടോ കറക്റ്റ്. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് food service. Okay. Role of dietitian to provide meals to the patients who are admitted in the hospital. Option A diet counseling, B inpatient catering, C commercial catering,
ഡി എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. എന്താണ് ആൻസർ വരിക? Role of dietitian to provide the meals to the patients who are admitted in the hospital. ഏതാണ്? ഡയറ്റ് കൗൺസിലിംഗ് ആണോ, ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ആണോ, കമേഴ്സ്യൽ കാറ്ററിംഗ് ആണോ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്? ഓപ്ഷൻ ഏതാ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ അതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഞാനൊരു മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യനുകൾ വരിക. അടുത്തത് ഡയാലിസിസ് സർവീസസ്. നമ്മൾ പഠിച്ച നെക്സ്റ്റ് ചാപ്റ്റർ ഡയാലിസിസ് ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം. ഡയാലിസിസിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അത്യാവശ്യം ക്വസ്റ്റ്യനുകളും കാര്യങ്ങളൊക്കെ അതിൽ വരാറുണ്ട്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ അതിൽ കുറെ ഫുൾ ഫോമുകൾ ഉണ്ട്, അത് പഠിച്ചു വെക്കുക കേട്ടോ. HD എന്താണ്? കീമോ ഡയാലിസിസ്. PD എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. അതുപോലെ AKI അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അത് തന്നെയാണ് എന്ത്? ARS എന്നും പറയുന്നത്. പിന്നെ ESKD എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്, ഓർക്കണോട്ടോ അതൊക്കെ. അതുപോലെ തന്നെ ഏതാണ്? CAPD അല്ലെ, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. CCTD continuous cyclic peritoneal dialysis, IPD intermittent peritoneal dialysis, ഇതൊക്കെ. അതുപോലെ CRRT continuous renal replacement therapy. ഇങ്ങനെയുള്ള ഫുൾ ഫോമുകളൊക്കെ ആദ്യം തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ, 1940s ഡയാലിസിസ് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയത് ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഡയാലിസിസിന്റെ ലെങ്ത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് അല്ലെ. പിന്നെ രണ്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ARF-ഉം ESKD-യും. ARF എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യൂട്ട് റീനൽ ഫെയിലിയർ, പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ, അതാണ് ഇത് ARF. പേഷ്യൻസ് ഹു ഹാവ് എന്താണ്? പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ ആണെങ്കിൽ ESKD അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് എന്നാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ കിഡ്നിയുടെ ഫംഗ്ഷൻസുകള്, കീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ബ്ലഡ് കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് കീമോ ഡയാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡയലൈസർ ആണ് കേട്ടോ. പിന്നെ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ദ ഓപ്പണിംഗ് വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽ. നമ്മുടെ ബ്ലഡ് വെസലിന്റെ അകത്ത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ. കാരണം പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്ലഡ് വെസൽ ഉണ്ടാക്കുന്ന ഓപ്പണിങ്ങിനെയാണ് വാസ്കുലർ ആക്സസ് സൈറ്റ്. അത് 3 ടൈപ്പ് ഉണ്ട്: AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, AV കത്തീഡ്രൽ. ഓർത്ത് വെക്കുന്നത് AV ഫിസ്റ്റുല എന്താണെന്ന് അറിയാലോ, സർജിക്കൽ കണക്ഷൻ. അത് ലോങ് ടേം കീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കുറവാണ്. AV ഗ്രാഫ്റ്റ് എന്തായിരുന്നു? അവിടെ ആർട്ടറി ആൻഡ് വെയിൻ കണക്റ്റഡ് ത്രൂ എ ഹോളോ സിന്തറ്റിക് ട്യൂബ്, ഗ്രാഫ്റ്റ് എന്നാണ് പറയുക അല്ലെ. ഗ്രാഫ്റ്റും ഫിസ്റ്റുലയും രണ്ടും നമ്മൾ ലോങ് ടേം കീമോഡയാലിസിസിന് ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം ടെമ്പററി ഷോർട്ട് ടേം കീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്ന ആക്സസ് അത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. പിന്നെ ആരാണ് നെഫ്രോളജിസ്റ്റ്, ആരാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്, അതൊക്കെ ഓർത്ത് വെക്കാം. AV ഫിസ്റ്റുല ഹീൽ ആവാനായിട്ട് 3 to 4 months എടുക്കുമ്പോൾ AV ഗ്രാഫ്റ്റ് 3 to 4 വീക്സുകളാണ് പിടിക്കുക കേട്ടോ. അതൊക്കെ ഓർത്ത് വെക്കുക. എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്? ബ്ലഡ് പ്യൂരിഫൈഡ് ഇൻസൈഡ് യുവർ ഓൺ ബോഡി എന്നാണെങ്കിൽ അത് പെരിറ്റോണിയൽ ഡയാലിസിസ്. അത് 3 ടൈപ്പ്. മെഷീൻ വേണ്ടത് ഏതിനാണ്? മെഷീൻ വേണ്ടാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്? CAPD ആണ്. മെഷീൻ വേണ്ടാത്തത്, ഡസ് നോട്ട് നീഡ് എ മെഷീൻ, ഏതാണ്? CAPD. ബാക്കി രണ്ടെണ്ണത്തിന് മെഷീൻ ആവശ്യമുണ്ട്, അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. CRRT അല്ലെ, അതായത് നമ്മൾ ICU പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ്, അതിനെ നമ്മൾ എന്താ പറയാ? CRRT എന്നാണ് പറയാം. അതുപോലെ തന്നെ HDയുടെയും PDയുടെയും എന്താണ് സൈഡ് ഇഫക്റ്റുകൾ അല്ലെ. HDയുടെ സൈഡ് ഇഫക്ട് എന്താണ്? സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, മസ്കുലർ സ്പാസം, ഹൈപ്പോടെൻഷൻ, വീക്ക്നെസ്, ഡിസ്നോസിയ, ബ്ലഡ് ലോസ്, ഇതെല്ലാം തന്നെ HDയുടെ സൈഡ് ഇഫക്റ്റ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്ട് ഏതൊക്കെയാണ്? ഹെർണിയ ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ. ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ എന്താണ് ഡയാലിസിസ് സെന്റർ? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യന്റിന്റെ റീനൽ ഫെയിലിയർ, ദാറ്റ് ഇസ് കോൾഡ് ഡയാലിസിസ് സെന്റർ. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുപോലെ പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. ഇത്രയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് പഠിച്ചു കാണുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ആഫ്റ്റർ ഇഫക്ട് ഓഫ് ഹീമോഡയാലിസിസ്? Which of the following is not the after effects of chemodialysis?
Option A, blood loss. Option B, weight gain. Option C, muscular spasm. Option D, hypotension. Answer പറഞ്ഞേ. താഴെ പറയുന്നതിൽ എക്സ്റേ ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്റ്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് കേട്ടോ. തെറ്റിപ്പോയിട്ട് അവസാന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ബ്ലഡ് ലോസ് ആണോ, വെയിറ്റ് ഗെയിൻ ആണോ, മസ്കുലാർ സ്പാസം ആണോ, ഹൈപ്പോടെൻഷൻ ആണോ? ഹീമോഡയാലിസിസിന്റെ കറക്റ്റ് ആണ് കേട്ടോ. ഏതാണ്? വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ ഷാഹിന കറക്റ്റ് ആണ് കേട്ടോ. വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഏതിനാ വരുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആവശ്യത്തിലാണ്. അല്ലാണ്ട് എന്തിനല്ല, ഹീമോഡയാലിസിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത്, ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി ഇൻ ഡാഷ് 1980, 1970, 1940, 1978. ആൻസർ പറഞ്ഞേ. ഡയാലിസിസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇഫക്റ്റീവ്ലി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ ഷാഹിന. ഓക്കെ, അലങ്ക പ്രിയങ്ക കറക്റ്റ് ആണ്. 1940 കേട്ടോ. ഐഡന്റിഫൈ ദ ആഫ്റ്റർ ഇഫക്ട്സ് ഓഫ് peritoneal dialysis. Option A, muscular spasm. B, hernia. C, blood loss. D, hypotension. Answer പറഞ്ഞേ. After effect of peritoneal dialysis ഏതാ വരുന്നത്? ഹെർണിയ ആണ് കേട്ടോ. ഹെർണിയ ആണ് കേട്ടോ. Which is the most common type of dialysis? Which is the most common type of dialysis? Option A, hemodialysis. Option B, peritoneal dialysis. Option C, continuous renal replacement therapy. Option D, none of the above. ഏതാണ് ആൻസർ? ഹീമോഡയാലിസിസ്. ടെക്സ്റ്റിൽ തന്നെ ഉണ്ടല്ലോ. ഇറ്റ് ഇസ് ദ കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് എന്നാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, the blood is purified inside the human body instead of using a dialysis machine is called. Option A, hemodialysis. B, hemofiltration. C, peritoneal dialysis. D, all of these. Okay, Shahina, correct. You, Shahina, തെറ്റിപ്പോയി. The blood is purified inside your own body instead of using a dialysis machine. ചോദ്യം ശ്രദ്ധിച്ചോ? ഏതാണ്? ഇൻസൈഡ് യുവർ ഓൺ ബോഡി. ഹീമോഡയാലിസിസ് ആണ് ആൻസർ. നിങ്ങൾ അതാണ് ആൻസർ പറഞ്ഞത്. തെറ്റില്ലേ അത്? ഏതാ ആൻസർ വരിക? ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് ഓക്കെ, കറക്റ്റ് ആണ്. ഏതാണ് ഷഹന? പെരിറ്റോണിയൽ. വാസ്കുലർ എന്നൊക്കെ പ്രശ്നം ചെയ്തു. പെരിറ്റോണിയൽ ആണ് ആൻസർ. ആവണി കറക്റ്റ് ആണ്. പെരിറ്റോണിയൽ കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് വെച്ച് തന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന ഡയാലിസിസ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹീമോഡയാലിസിസ് ആണോ, അതോ ഹീമോ ഫിൽട്രേഷൻ ആണോ, പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ? ഉത്തരം എന്താണ്? പെരിറ്റോണിയൽ. ഹീമോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ഓർമ്മയുണ്ടോ? CRRT ആണ് കേട്ടോ. അതിനകത്ത് പറയുന്നുണ്ട് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഹീമോ ഫിൽട്രേഷൻ. ഓക്കെ, എ ഡോക്ടർ who is specialized in kidney problems. Option A, interventional radiologist. B, nephrologist. C, cardiologist. D, immunologist. ഏതാണ് ആൻസർ? Nephrologist. Okay. Dash is a clinical establishment that treats the patients with renal failure. Option A, nutrition center. B, dialysis center. C, health care. D, wellness center. ഏതാണ് ആൻസർ വരിക? Dash is a clinical establishment that treats the patients with renal failure. Option A, nutrition center. Option B, dialysis center. Option C, health care. D, wellness center. Okay, correct ആണ്. D ആണ് കേട്ടോ. Dialysis center. Okay. Expand ESKD. Early stage kidney disease ആണോ, end stage kidney disease ആണോ, early symptoms kidney disease ആണോ, none of these. ഏതാണ് ആൻസർ? End stage kidney disease. ഓർത്ത് വെക്കണേ. Acute renal failure means option A, patients who have recently lost kidney function. Option B, patients have permanently lost kidney function. Option C, kidneys which need continuous dialysis for the rest of your life. Option D, none of these. Answer ഏതാ? Patient who have recently lost the kidney function. അതിനെയാണ് നമ്മൾ ARF അഥവാ acute renal failure എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് വരുന്നത്. Vascular access site used for the short-term hemodialysis. Short-term hemodialysis. Option A, venous catheter. B, AV fistula. C,
CAV ഗ്രാഫ്റ്റ്, D സിറിഞ്ച് പമ്പ്. ഏതാണ് ആൻസർ? ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് ഉപയോഗപ്പെടുത്തുന്ന ഏതാണ്? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, എ ആണ് വീനസ് വെന്റിലേറ്റർ. Peritoneal dialysis that does not need a machine is called option A HD, option B IPD, option C CCPD, option D CAPD. വെറും എന്താണ് ഷോർട്ട് ഫോം ആണ്. നിങ്ങളുടെ എക്സ്പാൻഷൻ മനസ്സിലാക്കി ഉത്തരേണ്ടത്. പെരിറ്റോണിയൽ ഡയാലിസിസ് ദാറ്റ് ഡസ് നോട്ട് നീഡ് എ മെഷീൻ. മെഷീൻ ആവശ്യമില്ലാത്ത പെരിറ്റോണിയൽ ഡയാലിസിസ് ഏതാണ്? CAPD. ഇതാണ് CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരുന്നത്. റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. സ്പില്ലേജ് വേസ്റ്റ് അല്ലെ, നമ്മൾ പഠിച്ചത് സ്പില്ലേജ് വേസ്റ്റ് ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത് ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കേട്ടോ, ഒരേപോലെയാണ് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ. ഓക്കെ, ഒരു ചോദ്യം. സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് മേ കൺസിസ്റ്റ് ഓഫ് ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, കെമിക്കൽസ്, ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ് എല്ലാം വരും അല്ലെ. അതുപോലെ നോക്കാം, ടിക്ക് ഔട്ട് ദ സ്റ്റെപ്പ് ഓഫ് മെർക്കുറി സ്പിൽ മാനേജ്മെന്റ്. ടിക്ക് ഔട്ട് ദ സ്റ്റെപ്പ് ഓഫ് മെർക്കുറി സ്പില്ലേജ് മാനേജ്മെന്റ്. യൂസിംഗ് 1% hypochlorite solution, using hot water, take away jewelry, option B none of the above. ആൻസർ ടേക്ക് അവേ ജ്വല്ലറി എന്നാണ് കേട്ടോ. കാര്യം മെർക്കുറി ഒരു ലോഹമാണല്ലോ, എന്തെങ്കിലും അത് നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ഓക്കെ, disposable gloves, caps, gowns, face mask and eyewear are all forms of dash. Option A PPE, option B biohazard proof equipment, option D reusable protective equipment. ഏതാണ് ആൻസർ? PPE. PPE ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ, ഇതിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ അതിന് എന്താണ് വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ കെമിക്കൽ എക്സ്പോഷർ. കെമിക്കൽ എക്സ്പോഷർ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ എ സ്കിൻ ഇറിറ്റേഷൻ, ബി റെസ്പിറേറ്ററി പ്രോബ്ലംസ്, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദം. ഏതാണ് ആൻസർ വരിക? ബോത്ത് എ ആൻഡ് ബി എന്നാണ് ശരി കേട്ടോ. ഓക്കെ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ വിച്ച് ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ ലീക്കേജ് മാനേജ്മെന്റ്. ലീക്കേജ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് എക്യുപ്മെന്റ് ആണ്? ഓപ്ഷൻ എ അബ്സോർബന്റ് പാഡ്സ്, ഓപ്ഷൻ ബി ഗൗൺസ്, ഓപ്ഷൻ സി ഗ്ലാസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. ഓൾ ഓഫ് ദി എബോവ് ആണ് കേട്ടോ ആൻസർ. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? നമ്മൾ ഓരോന്നിന്റെ മാനേജ്മെന്റ് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്? ഓപ്ഷൻ എ എക്സിറ്റ് ഏരിയ, ഓപ്ഷൻ ബി നോട്ടിഫൈ അതേഴ്സ്, ഓപ്ഷൻ സി ചെക്ക് മേജർ ഓർ മൈനർ, ഓപ്ഷൻ ബി റേസ് എക്സിറ്റഡ് ഫോംസ്. ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് വരുന്നത് കെമിക്കൽ സ്പില്ലേജില്? ചെക്ക് മേജർ ഓർ മൈനർ അല്ലെ. അത് മേജർ ആണോ മൈനർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ആ സ്റ്റെപ്പുകൾ എല്ലാത്തിന്റെ ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആണ്. എങ്കിലും നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. ഓക്കെ,
Which regulations adhere to follow the disposal of dangerous spillage waste? കേട്ടോ, ഈ ഡേഞ്ചറസ് സ്പില്ലേജ് വേസ്റ്റുകളുടെ ഡിസ്പോസലിനായിട്ട് ഏതൊക്കെ റെഗുലേഷൻസ്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് പാലിക്കേണ്ടത്? ഓപ്ഷൻ എ ലോക്കൽ, ഓപ്ഷൻ ബി സ്റ്റേറ്റ്, ഓപ്ഷൻ സി ഫെഡറൽ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. നമ്മൾ എന്താ പഠിച്ചത്? എല്ലാ ലോകളും എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവിടെ പാലിച്ചിട്ടുണ്ട്. ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ വരിക കേട്ടോ. RCRA സ്റ്റാൻഡ് ഫോർ ഇതിനകത്ത് വരുന്നുണ്ട്. RCRA എന്താണ്? റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്നാണ് കേട്ടോ. റിസോഴ്സ് കൺസർവേഷൻ ആൻഡ് റിക്കവറി ആക്ട് എന്നാണ്. ഓക്കെ, അതുപോലെ ഡാഷ് ഈസ് എ പ്രോസസ് ദാറ്റ് യൂസസ് ഹൈ ടെമ്പറേച്ചർ ടു ബ്രേക്ക് ഡൗൺ അൺസേഫ് വേസ്റ്റ്. സുരക്ഷിതമല്ലാത്ത മാലിന്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനായിട്ട് ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേര്. ഓപ്ഷൻ എ ബയോ റെമഡിയേഷൻ, ഓപ്ഷൻ ബി ഗ്രീൻ കെമിസ്ട്രി, ഓപ്ഷൻ സി പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ, ഓപ്ഷൻ ഡി റോബോട്ടിക്സ് ഓട്ടോമേഷൻ. ഇതാണ് ആൻസർ. പ്ലാസ്മ ആർക്ക് ഗ്യാസിഫിക്കേഷൻ. പറഞ്ഞു പോകാൻ കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്പില്ലേജ് എന്ന് വന്നിട്ടുള്ളത്. മെഡിക്കൽ ടെർമിനോളജി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. മെഡിക്കൽ ടെർമിനോളജി ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് സമയം കളയുന്നില്ല. അപ്പൊ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാം. എന്തായാലും നല്ല മാർക്ക് മേടിക്കാനായിട്ട് നോക്കാം കേട്ടോ. അതിപ്പോ മൊഡ്യൂൾ എക്സാം ആണ്. ഇപ്പോഴേ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിൽ വരുന്ന പോരായ്മകൾ നമുക്ക് ഇനി നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഫൈനൽ എക്സാമിൽ നല്ലൊരു സ്കോർ എടുക്കാന്നുള്ളതാണ്. അപ്പൊ ഇതിലേക്കുള്ളൊരു പ്രയത്നം ആവട്ടെ കേട്ടോ. മൊഡ്യൂൾ എക്സാം ഒക്കെ വളരെ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ കണ്ടു തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയാനുള്ളത്? എക്സാം ഒക്കെ ഓൺലൈൻ എക്സാം ആണ്, അറിയാലോ നിങ്ങൾക്ക്. എപ്പോഴും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാനിരിക്കുമ്പോൾ ഫുൾ റേഞ്ചുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കാം. റേഞ്ചുള്ള സ്ഥലത്ത് പോയിരിക്കാം. എന്താണ് എത്ര എക്സാം എത്ര അവർ ഉണ്ടാവും? അത് മൊഡ്യൂൾ 1നും 2നും സെപ്പറേറ്റ് ആയിട്ടാണ്. 2 ദിവസമായിട്ടാണ് എക്സാം ഉണ്ടാവുക. 50 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും കേട്ടോ. മൊഡ്യൂൾ 1 50 മിനിറ്റ്, മൊഡ്യൂൾ 2 50 മിനിറ്റ്. അത് 2 ദിവസങ്ങളിലായിട്ടായിരിക്കും നടത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഫോണിലാണ് എക്സാം എഴുതുന്നതെന്ന് വെച്ചാൽ ഫുൾ ചാർജ് ആക്കി വെക്കുക. റേഞ്ചുള്ള സ്ഥലത്തൊക്കെ പോയിരിക്കുക കേട്ടോ. എക്സാമിനെ പറ്റി ടെൻഷൻ ഒന്നും വേണ്ട. നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഒരു തവണ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിക്കോളൂ, കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ എന്താണ് റിലാക്സ് ചെയ്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ ID, അതുപോലെ നിങ്ങളുടെ റോൾ നമ്പർ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നോക്കിയതിന് ശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. നല്ല ഹാപ്പി ആയിട്ട് എക്സാം ഒരു തവണ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചിലപ്പോൾ എഴുതുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും, എന്താ വേഗമാകുമ്പോൾ. അങ്ങനെ ചിന്തിക്കേണ്ട. ഇതൊക്കെ ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കാം കേട്ടോ. മൊഡ്യൂളൊക്കെ എക്സാം ആദ്യത്തെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പല എന്താ പറയാ ഓൺലൈൻ എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. ചിലപ്പോ ബുധനാഴ്ചത്തെ ക്ലാസ് മിസ്സായിരിക്കും എടുക്കുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, ചില പോർഷൻസ് തീരാനുണ്ട്. അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് നന്നായി പഠിക്കാം കേട്ടോ എല്ലാവരും. താങ്ക് യു.